Rahul directs Sarthak to sell laptops for him and agrees to give Sarthak 11% of commission on sale price fixed by Rahul. ये क्या है? This is the principal agent. Principal agent ലാപ്ടോപ്പ് വിൽക്കാൻ പറഞ്ഞ് ലാപ്ടോപ്പ് വിറ്റാൽ നിങ്ങൾക്ക് 11% കമ്മീഷൻ തരാമെന്ന് പറഞ്ഞു. As government puts a restriction on the import of laptops, Rahul thought the prices of laptops might go up in the near future and he revokes Sarthak's authority for any further sale. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ഗവൺമെൻറ് വന്നിട്ട് ഇനി ലാപ്ടോപ്പ് ഇമ്പോർട്ടിൽ റെസ്ട്രിക്ഷൻ വെച്ചു. അതോടുകൂടി ഇന്ത്യയിലേക്ക് വരുന്ന ലാപ്ടോപ്പിൻ്റെ സ്റ്റോക്ക് കുറയും. സ്വാഭാവികമായിട്ടും ഫ്യൂച്ചറിൽ സാധനം വെക്കാനില്ല, ബയേഴ്സ് ഡിമാൻഡ് ചെയ്യുമ്പോൾ നമ്മളടുത്ത് സ്റ്റോക്ക് ഇല്ലാത്ത സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈസ് കൂടും. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? ഇയാൾ ഏജൻസി റിവോക്ക് ചെയ്യാണ്. അയാൾക്ക് വിൽക്കാനുള്ള അതോറിറ്റി റിവോക്ക് ചെയ്യണം. കാരണം 1 lakh rupees വിൽക്കാന്നാണ് പറഞ്ഞത്. ഇപ്പോൾ പ്രിൻസിപ്പൽ എക്സ്പെക്ട് ചെയ്യുന്നത് പ്രൈസ് ഫ്യൂച്ചറിൽ കൂടും എന്നാണ്. സർത്തക് ബിഫോർ റിസീവിംഗ് ദ ലെറ്റർ അറ്റ് ഹിസ് എൻഡ് സോൾഡ് 5 ലാപ്ടോപ്സ്. പക്ഷേ ഇത് കിട്ടുന്നതിന് മുന്നേ ഓൾറെഡി 5 ലാപ്ടോപ്പ് ഏജന്റ് സെയിൽ ചെയ്തു at the price fixed by Rahul. Sarthak asked 11% commission on the sale of 5 laptops of 1 lakh each. Explain under the provisions of Indian Contract Act. Sale of laptops after revoking Sarthak's authority is binding on Rahul. ബൈൻഡിങ് ഓൺ രാഹുൽ എന്ന് പറഞ്ഞാൽ രാഹുൽ കമ്മീഷൻ കൊടുക്കാൻ ലയബിൾ ആവും. രാഹുൽ പ്രിൻസിപ്പളാണ്. ഇയാൾ ഏജന്റ് പ്രിൻസിപ്പൽ പറഞ്ഞ പ്രകാരം വിറ്റു. ഇപ്പോൾ പ്രിൻസിപ്പൽ പറഞ്ഞ് ഞാൻ എന്നോട് വിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ അതോറിറ്റി റിവോക്ക് ചെയ്തില്ലേ? ഏജന്റ് പറഞ്ഞ് ഞാൻ ഓൾറെഡി ആ ഇൻഫർമേഷൻ എൻ്റെ അടുത്ത് കിട്ടുമ്പോഴേക്കും ഞാൻ 5 എണ്ണം വിറ്റു. പിന്നെ വാട്ട് വിൽ ഹാപ്പൻ? സ്വാഭാവികമായിട്ടും ലയബിൾ ആവും. യെസ്, പ്രിൻസിപ്പൽ ഏജന്റിന് കമ്മീഷൻ കൊടുക്കാൻ ലയബിൾ ആവും. എത്ര കമ്മീഷൻ വരുടെ? 5 ലാപ്ടോപ്പിൽ വിറ്റ് ഇൻറ്റു 1 lakh rupees ഈച്ച് ഇൻറ്റു 11% കമ്മീഷൻ. അപ്പോൾ 5 lakhന്റെ 11% എന്ന് പറഞ്ഞാൽ 55,000 rupees കൊടുക്കേണ്ടി വരും. ഇനി ഫ്യൂച്ചറിൽ വിൽക്കാനുള്ള അതോറിറ്റി കഴിഞ്ഞു. ഇനി വിൽക്കാൻ പറ്റില്ല. എത്രയാണ് ഓൾറെഡി ചെയ്തത് അതിൻ്റെ കമ്മീഷൻ കൊടുക്കാൻ ലയബിൾ ആവും. വെദർ സർത്തക് വിൽ ബി ഏബിൾ ടു റിക്കവർ ഹിസ് കമ്മീഷൻ ഫ്രം രാഹുൽ? ഇഫ് യെസ്, വാട്ട് വിൽ ബി ദി എമൗണ്ട് ഓഫ് സച്ച് കമ്മീഷൻ? യെസ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ബൈൻഡിംഗ് ആണോ? യെസ്, ബൈൻഡിംഗ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ അമൗണ്ട് എത്ര? 55,000. അപ്പോൾ ടെർമിനേഷൻ ഓഫ് ഏജൻസ് അതോറിറ്റി ടേക്സ് എഫക്ട് ഓൺ ഏജന്റ് ആൻഡ് ആസ് ടു ദ തേർഡ് പാർട്ടീസ്. ബയറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നിന്നും പ്രിൻസിപ്പൽ അതോറിറ്റി റിവോക്ക് ചെയ്താൽ അത് ഏജന്റിനെ എപ്പോഴാണ് ബാധിക്കുക? അത് തേർഡ് പേഴ്സൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എപ്പോഴാണ് ബാധിക്കുക? ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെ റിവോക്ക് ചെയ്തു എന്നുള്ള കാര്യം ആ കമ്മ്യൂണിക്കേഷൻ പോയിരിക്കണം. അത് കിട്ടണവരെ ചെയ്ത ട്രാൻസാക്ഷൻസ് ഒക്കെ വാലിഡ് ആണ്. പ്രിൻസിപ്പൽ ഏജന്റിനോടും തേർഡ് പാർട്ടിനോടും ആ ചെയ്ത ട്രാൻസാക്ഷനിൽ ലയബിൾ ആവും. പ്രിൻസിപ്പളിന് ലാപ്ടോപ്പ് തിരിച്ചു വയ്ക്കാൻ പറ്റില്ല ബയർ അടുത്ത്, ഇയാൾക്ക് അതോറിറ്റി ഇല്ലെന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ പ്രിൻസിപ്പളിന് കമ്മീഷൻ അവിടെ ഡിനൈ ചെയ്യാനും പറ്റില്ല ഏജന്റിനോട്. ദ ടെർമിനേഷൻ ഓഫ് അതോറിറ്റി ഓഫ് ഏജന്റ് ഡസ് നോട്ട് സോ ഫാർ ആസ് റിഗാർഡ്സ് ടു ദ ഏജന്റ് അതോറിറ്റി ടെർമിനേറ്റ് ചെയ്തു എന്നുള്ളത് ഏജന്റിനെ ബാധിക്കൂല. ടേക്ക് എഫക്ട് ബിഫോർ ഇറ്റ് ബിക്കംസ് നോൺ ടു ഹിം. അയാൾ അറിയാത്തോടത്തോളം കാലം അയാളെ ബാധിക്കൂല. എപ്പോഴാണ് ഏജന്റിനോട് ഇത് കമ്മ്യൂണിക്കേറ്റഡ് ആയത് അപ്പം മുതൽ അത് എഫക്റ്റീവ് ആവുള്ളൂ. സോ ഫാർ ആസ് റിഗാർഡ്സ് ടു തേർഡ് പേഴ്സൺസ് ബിഫോർ ഇറ്റ് കംസ് നോൺ ടു ദം. തേർഡ് പേഴ്സൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എപ്പോഴേ തേർഡ് പേഴ്സണെ ബാധിക്കുള്ളൂ. തേർഡ് പേഴ്സൺ ഇതിനെ പറ്റി അറിയണമായിരുന്നു. ഈ ലാപ്ടോപ്പ് വിൽക്കുന്ന ഈ ഏജന്റ് അയാൾക്ക് അത് വിൽക്കാനുള്ള അതോറിറ്റി പ്രിൻസിപ്പൽ റിവോക്ക് ചെയ്തു എന്നുള്ള കാര്യം തേർഡ് പേഴ്സൺ അറിഞ്ഞാൽ മാത്രമേ തേർഡ് പേഴ്സണും ഇത് ബൈൻഡിങ് ആവുള്ളൂ. ഇതറിയാതെ അയാൾ വാങ്ങി ആ സെയിൽ വാലിഡ് ആണ്. നിങ്ങൾക്ക് ഇനി ബയർ എടുക്കുന്ന ലാപ്ടോപ്പ് തിരിച്ചു ചോദിക്കാൻ പറ്റില്ല. ഇൻ ദ ഇൻസ്റ്റന്റ് കേസ് റിവോക്കേഷൻ ഓഫ് സർത്തക്സ് അതോറിറ്റി ബിക്കംസ് എഫക്റ്റീവ് ഓൺലി വെൻ ഇറ്റ് ഇസ് കമ്മ്യൂണിക്കേറ്റഡ് ആൻഡ് റിസീവ്ഡ് ബൈ സർത്തക്. ഇയാൾ ഇതിനെപ്പറ്റി അറിയുമ്പോൾ മാത്രമേ അത് ബൈൻഡിങ് ആവുള്ളൂ. സിൻസ് സർത്തക് ഹാഡ് നോട്ട് റിസീവ്ഡ് ദ റിവോക്കേഷൻ ലെറ്റർ അറ്റ് ദ ടൈം ഓഫ് സെല്ലിംഗ് ദ ലാപ്ടോപ്സ്, ഹിസ് അതോറിറ്റി ടു സെൽ ഓൺ ബിഹാഫ് ഓഫ് രാഹുൽ വാസ് വാലിഡ്. ഹെൻസ് ദ സെയിൽ ഓഫ് ലാപ്ടോപ്സ് കണ്ടക്റ്റഡ് ബൈ സർത്തക് ഇസ് ബൈൻഡിങ് ഓൺ രാഹുൽ. നമ്മൾ ഈ ലോയിൽ എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നുള്ളൊക്കെ വീഡിയോ മൾട്ടിപ്പിൾ ടൈംസ് യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ പ്രൊവിഷൻ, ഫാക്ട്, അനാലിസിസ്, കൺക്ലൂഷൻ, ഫോക്കസ് കെയർഫുള്ളി. എക്സാമിന് പലപ്പോഴും ആയിട്ട് എക്സാമിൻ്റെ റിവ്യൂസിലൊക്കെ പറഞ്ഞ് കേൾക്കാം. പ്രൊവിഷനൊക്കെ കറക്റ്റായിട്ട് എഴുതും. അത് ഈ ക്വസ്റ്റ്യനിലേക്ക് എങ്ങനെ അപ്ലൈ ആവുന്നുണ്ട് എന്ന് സ്റ്റുഡൻസ് ക്ലിയർലി എഴുതില്ല. ഇനി അതും എഴുതുന്നുണ്ടെങ്കിൽ ലാസ്റ്റ് കൺക്ലൂഷൻ എന്താ എന്നുള്ളത് എഴുതുന്നില്ല. കൺക്ലൂഷൻ എഴുതൽ മസ്റ്റാണ്. അവരെന്താണോ ചോദിച്ചത്, ഈ സെയിൽ വാലിഡ് ആവോ, ഇത് ബൈൻഡിങ് ആവോ പ്രിൻസിപ്പലിൻ്റെ മേലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ എഴുതന്നെ വേണം. സർത്തക് ഇസ് എൻറ്റൈറ്റിൽഡ് ടു റിസീവ് കമ്മീഷൻ ഫോർ സെയിൽ മെയ്ഡ് ബൈ him while he was still under the authority to sell. അപ്പോൾ എത്ര കിട്ടുക? അമൗണ്ട് ഓഫ് കമ്മീഷൻ 5 ലാപ്ടോപ്പ് 1 lakh rupees ഈച്ചാണ് ഫിക്സ് ചെയ്തത്. 5 lakh 11% എന്ന് പറഞ്ഞാൽ 55,000 rupees നമ്മളിതിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് ദിസ് ഇസ് ദി amount. So this question was based on agency.